ഞാനിന്ന് കുറച്ച് കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തുട്ടോ. കാക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആകാശത്തിലൂടെ പാറിപ്പോകുന്ന കാക്കേ. നമ്മളെ വീട്ടിക്ക് വരുമ്പോ നമ്മള് പോ കാക്കേ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കൂലേ? ആ കാക്കനെ കുറിച്ചിട്ടാണ് ഈ പറയണത്. ഈ മനുഷ്യൻ ഒരു വിവരവും ഉണ്ടാകുന്നില്ല. ഈ കാക്ക പഠിപ്പിച്ചു കൊടുത്തതാണേ. എന്ത് വിവരം? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മല്ലേ മറവ് ചെയ്യാന്നുള്ളത്. അത് ഈ കാക്ക പഠിപ്പിച്ചു കൊടുത്തതാണ്. പടച്ചോനെ, എനിക്ക് ഈ കാക്കയുടെ അത്ര പോലും ബുദ്ധി ഇല്ലാതെ പോയല്ലോ റബ്ബേ എന്ന് മനുഷ്യൻ പറഞ്ഞു പോയ സമയം വന്നിട്ടുണ്ട്. അതെപ്പോഴാ? കാബീല് ഹാബീലിനെ കൊന്നപ്പോ ഹാബീലിന്റെ മയ്യത്ത് ജഡം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കാബീല് നിസ്സഹായാവസ്ഥയിൽ നിന്നുപോയ ആ സമയം. ഇനി നിങ്ങൾ ഖുർആനിലേക്ക് നോക്കി. തന്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം കൊല്ലുകയും ചെയ്തു. കാബീൽ അങ്ങനെ പരാജിതരിൽ പെട്ടുപോയി, നഷ്ടം പറ്റിയവരിൽ പെട്ടുപോയി. ഇനി ആ കൊന്ന സഹോദരന്റെ ജഡം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കാബീല് നിന്നുപോയി. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു എന്നറിയോ? അള്ളാഹു ഒരു കാക്കയെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഏത് കാക്ക? ആകാശത്തിലൂടെ പാറി കളിക്കുന്ന ആ കാക്ക. ആ കാക്ക അങ്ങനെ ഭൂമിയിൽ മാന്തി മാന്തി ഒരു കുഴിയുണ്ടാക്കി. എന്തിന്? കൈഫ യുവാരി സൗഅത അഖീ, തന്റെ സഹോദരനെ എങ്ങനെയാണ് മറവ് ചെയ്യുക എന്ന വിഷയം ഈ കാബീലിന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ കാക്കങ്ങളെ വീട്ടിക്ക് വരുമ്പോ നിങ്ങള് ശകുനം എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കണ്ട. കാക്ക വേദം പരിചയപ്പെടുത്തിയ, ഖുർആൻ പരിചയപ്പെടുത്തിയ ജീവിയാ. അള്ളാഹു അയച്ച ജീവിയാ. എന്തിന്? നമുക്കൊരു നന്മ പഠിപ്പിച്ചു തരാൻ. ഇന്ന് ലക്ഷോപലക്ഷം ഖബർസ്ഥാനില് മറവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്മ നമുക്ക് പഠിപ്പിച്ചു തന്നതാരാ? അള്ളാഹു കാക്കയിലൂടെയാണ്. അപ്പൊ കാക്കങ്ങളെ വീട്ടിൽ വരുമ്പോ നിങ്ങൾ ഭക്ഷണം കൊടുത്തോളി. അതൊരു നന്മയാണ്. ഒരു പ്രദേശത്ത് കാക്ക ഉണ്ടാവല് ആ പ്രദേശത്തിന്റെ ഒരു നന്മയാണ്. ഇനി നിങ്ങൾ ഖുർആനിലേക്ക് നോക്കി. മനുഷ്യൻ പറഞ്ഞുത്രേ, ആര്? കാബീല് പറഞ്ഞുത്രേ, ഈ കാക്ക ഇങ്ങനെ കുഴിയുണ്ടാക്കിയിട്ട് എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുമ്പോ കാബീല് പറഞ്ഞുത്രേ, എന്തേ? പടച്ചോനെ, എന്റെ സഹോദരനെ മറവ് ചെയ്യുന്ന വിഷയത്തില് ഞാനൊരു കാക്കയെ മാതൃകയാക്കേണ്ടി വന്നല്ലോ റബ്ബേ. ഒരു കാക്കയുടെ അത്ര പോലും എനിക്ക് ബുദ്ധി ഇല്ലല്ലോ റബ്ബേ എന്ന്